ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൂടെയാണ് പരിശുദ്ധ റമദാനെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ രാത്രി, ഞാനിത് പറയുന്ന ഇന്നത്തെ രാത്രി 23-ാം രാവാണ്. 23-ാം രാവ് ലൈലത്തുൽ ഖദറിനെ ഏറ്റവും പ്രതീക്ഷിക്കേണ്ട രാത്രി. അവസാനത്തെ 10 ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞ രാത്രി. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഖദർ. ഓരോ സൂറത്തിന്റെ ആശയങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ ഖദർ പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ അധ്യായമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവലോകാനുഗ്രഹിയായ, നന്മ ചെയ്തവർക്ക് പരലോകത്ത് പ്രത്യേകാനുഗ്രഹങ്ങൾ ചൊരിയുന്നവനുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ഇന്നാ അൻസൽനാഹു, നിശ്ചയം നമ്മൾ ഇറക്കി, ഈ ഖുർആനിനെ ഇറക്കി. ഇന്നാ അൻസൽനാഹു, നിശ്ചയം നമ്മൾ ഈ ഖുർആനിനെ ഇറക്കി. ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയത്. കണക്കുകൾ കണക്കാക്കുന്ന രാത്രി, അല്ലെങ്കിൽ മഹത്തായ രാത്രി. രണ്ടർത്ഥവും ലൈലത്തുൽ ഖദറിന് പറയാം. ഖദർ എന്ന് പറയുമ്പോൾ ഖദർ അള്ളാഹു എല്ലാം കണക്കാക്കുന്ന രാത്രി, അല്ലെങ്കിൽ ഖദർ മഹത്വമുള്ള രാത്രി. മഹത്വമുള്ള ലൈലത്തുൽ ഖദറിലാണ് നമ്മൾ ഈ ഖുർആനിനെ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ശേഷമുള്ള പറയാണ്, വമാ, എന്താണ്, അദ്റാക, നിനക്ക് അറിയിച്ചു തന്നത്, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്നതിനെ സംബന്ധിച്ച് നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്, നിനക്ക് അതിന്റെ മഹത്വം അറിയുമോ? ഇങ്ങനെയുള്ള പ്രയോഗം വളരെയധികം മഹത്വമുണ്ട്, ഗൗരവമാണ് എന്നറിയിക്കാനാണ് അള്ളാഹു സാധാരണ പറയാറുള്ളത്. വമാ അദ്റാക, നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്, നിനക്ക് കൃത്യമായി ഒന്നും അറിയിച്ചു തന്നിട്ടില്ല. മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്നതിനെ പറ്റി. വീണ്ടും അല്ലാഹു പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ അത് ഖൈറുൻ, ഉത്തമമാണ്, മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. തനസ്സലുൽ മലായികത്തു, 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസങ്ങളാണ്, എത്ര വർഷങ്ങളാണ്. 90 ചില്ലാനം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കും. 1000 മാസം, 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമാണ്. 1000 മാസത്തെ ശ്രേഷ്ഠമാണ് എന്നല്ല പറഞ്ഞത്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പൊ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1000 മാസം സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി. ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ 1000 മാസം നിസ്കരിച്ച പ്രതിഫലം. ഒരു ദിക്ർ ചൊല്ലിയാൽ, ഖുർആൻ ഓതിയാൽ, മറ്റു ഇബാദത്തുകൾ ചെയ്താൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ, ഇഅ്തികാഫ് ചെയ്താൽ, എന്ത് സൽക്രമങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ പരസ്പരം സ്നേഹം പങ്കിട്ടാലും, ഇങ്ങനെയുള്ള എന്ത് സൽക്രമമാവട്ടെ, ആ സൽക്രമത്തിന്റെ പ്രതിഫലം എത്രയാണ്? 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയാണ്, തൗബ ചെയ്യേണ്ട രാത്രിയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, തനസ്സലുൽ മലായികത്തു, മലായികത്തുകൾ ഇറങ്ങുന്നതാണ്. വറൂഹു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന റൂഹ് എന്ന പേരുള്ള മലക്കും, അതായത് ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങും.
മഹാത്മാക്കളുടെ ആത്മാക്കളും വരും. ഫീഹാ ലൈലത്തുൽ ഖദറിൽ മലക്കുകളും ജിബ്രീലുമൊക്കെ ഇറങ്ങുന്നതാണ്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ സമ്മതത്തോടെ ഇറങ്ങും. മിൻ കുല്ലി അംറി, എല്ലാ കാര്യത്തിനെ തൊട്ടും, എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതായ ദിവസമാണ്. മലായികത്തുകൾ ഇറങ്ങിയിട്ട് ഇബാദത്ത് ചെയ്യുന്നവരുടെ അരികിലേക്ക് വരുന്നതാണ്. ദിക്ർ ചൊല്ലിയിരിക്കുന്നവർ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അരികിലേക്ക് വന്നിട്ട് അവര് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ സലാം ചൊല്ലുന്നതാണ്. സമാധാനത്തിന്റെ വചനം പറയുന്നതാണ്. മുഅ്മിനീങ്ങളോട് മലക്കുകളുടെ സലാം കിട്ടിയവർ വിജയിച്ചു. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് തന്നെ മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഹാമീം സൂറത്തിൽ, ഹാമീമുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് ഈ ഖുർആൻ ഇറക്കിയത്. മുബാറക്കായ രാത്രി എന്നാണ് അവിടെ ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞത്. ഇന്നാ കുന്നാ മുൻദിരീൻ, ഖുർആൻ ഇറക്കിയത് എന്തിനാണ്? നമ്മൾ ഭയപ്പെടുത്തുകയാണ് ജനങ്ങളെ. തിന്മയെ തൊട്ട്, തിന്മ ചെയ്യരുതെന്ന് ഭയപ്പെടുത്തുകയാണ്, നരകമുണ്ടെന്ന്. ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം, നിർണിതമായ എല്ലാ കാര്യങ്ങളും അന്ന് വിട്ടുപിരിക്കപ്പെടുന്ന ദിവസമാണ്. ആർക്കൊക്കെ എന്തൊക്കെ ലഭിക്കണം, ആരൊക്കെ എന്തൊക്കെ മരണപ്പെടും എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അല്ലാഹ് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ മലക്കുകളിലേക്ക് കൈമാറി വിതരണം ചെയ്യപ്പെടുന്ന ദിവസമാണ്. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ, നമ്മുടെ കൽപ്പന പ്രകാരം നമ്മളെ അയക്കുകയാണ് പ്രവാചകന്മാരെ. റഹ്മത്തൻ മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്താണ്, നിന്റെ റബ്ബിന്റെ റഹ്മത്താണ്. ഇങ്ങനെ മുബാറക്കായ രാവെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ദിവസവും കൂടിയാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, കാനൻ നബി യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാന, മുത്തനബി റമളാന്റെ അവസാനത്തെ 10 അങ്ങേയറ്റത്തെ പരിശ്രമം ഇബാദത്തിലായി ചെലവഴിക്കും. മലാ യജ്തഹിദു ഫീ ഗൈരിഹാ, മറ്റു രാത്രികളിലുള്ളതിനേക്കാൾ ഈ പരിശുദ്ധമായ രാത്രികളിൽ, ഈ പരിശുദ്ധമായ പകലുകളിൽ മുഴു സമയങ്ങളും മുത്തുനബി ഇബാദത്തിലായി ചെലവഴിക്കുന്നതാണ്, പരിശ്രമിക്കുകയാണ്. ആയിഷ ബീവി പറയുന്നു, കാന ഇദാ ദഖല അശ്റു അഹ്യാ ലൈല, നബി തങ്ങളെ അവസാന 10 വന്നാൽ രാത്രി മുഴുവനും ഹയാത്താക്കുന്നതാണ്, ഉറങ്ങാറില്ല, ഇബാദത്തിലായി കഴിച്ചുകൂട്ടും. വൈഖലാഹില, കുടുംബത്തെ ഭാര്യമാരൊക്കെ ഉണർത്തും, ഭാര്യമാരൊക്കെ ഉണർത്തിയിട്ട് ഇബാദത്തിലായി കഴിക്കാൻ പറയും. വജദ്ദ വശദ്ദൽ മിസറ, അവിടുന്ന് അരയുടപ്പൊക്കെ മുറുക്കി കെട്ടിയിട്ട് ഇബാദത്തിലായിട്ട് മാത്രം ശ്രദ്ധ ചലിപ്പിക്കും. വകാന യഅ്തിഖഫു ഫീഹാ ഗാലിബ, മുത്തുനബി അതിൽ ഇഅ്തിഖാഫ് ഇരിക്കാറുണ്ട്. അവസാനത്തെ 10 ഫുള്ള് ഇഅ്തിഖാഫാണ്. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുള്ളതാണ്. ഈ 10 നമ്മൾ കടന്നു പോകുന്നത്. ആ 10 കടന്നു പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറയണ്ട, മറിച്ച് ഒഴിവ് സമയങ്ങളൊക്കെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടണം. രാത്രി സമയത്ത് ധാരാളം ഖുർആൻ ഓതണം, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം, ധാരാളം ദിക്ർ ചൊല്ലണം, ധാരാളം തൗബ ചെയ്യണം. തൗബയുടെ സമയങ്ങളാണ്, അള്ളാഹുവിന് തൗബ ചെയ്ത് മടങ്ങേണ്ട സമയങ്ങളാണ് ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒറ്റയുള്ള രാവുകൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, മുത്തുനബി നമ്മെ കൽപ്പിച്ചിട്ടുണ്ട്. ഇൽതമിസുൽ അസ്റൽ അവാഖിറ ഇൽതമിസുഹാ ഫീ കുല്ലി വിത്ർ,
നിങ്ങളെ അവസാനത്തെ 10 എല്ലാ ദിവസവും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക, പ്രത്യേകിച്ച് അതിന്റെ ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കുക എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ തറാവീഹ് നേരത്ത് കൃത്യമായി നിസ്കരിക്കണം. അതുപോലെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. ഈ പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ നമ്മിൽ നിന്നും പൊറുക്കപ്പെടണം. തൗബ നന്നായി തൗബ ചെയ്യണം. കഴിഞ്ഞ തെറ്റുകൾ ഓരോന്ന് എണ്ണി 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 പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അതുപോലെ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലണം. തസ്ബീഹ് നിസ്കരിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലണം. നമുക്കറിയുന്ന ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും കരഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. കരയാത്ത ഒരാളും തന്നെ ഈ പരിശുദ്ധ റമദാൻ അവസാനത്തെ 10 നമ്മുടെ തെറ്റുകൾ എത്ര കുമാരമാണ്. അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോഴല്ലേ അതിന്റെയൊക്കെ വലിപ്പം അറിയുകയുള്ളൂ. നമ്മുടെ ഇബാദത്തൊക്കെ എത്ര കുറവാണ്, അതിൽ തന്നെ ഉന്നതകളല്ലേ. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 കണ്ണുനീര് വാർക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ ഉണർത്തിയതാണ്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഈ പരിശുദ്ധമായ അവസാനത്തെ 10 ചെലവഴിക്കുകയും ദിക്റിലായി, ഖുർആനിലായി, സ്വലാത്തിലായി, ഇബാദത്തിലായി, തൗബ ചെയ്യുന്ന രാത്രികളാവട്ടെ, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി പൊറുക്കണേ പടച്ചവനെന്ന് പറയുന്ന രാത്രിയാവട്ടെ, കോടിക്കണക്കിന് ആളുകളെ നരകമോചനം നടത്തുന്ന രാവുകളാണ്. അപ്പോൾ അള്ളാഹിനോട് കരഞ്ഞ് പറയുക, പടച്ചോനെ നരകമോചനം നടത്തണേന്ന്. എല്ലാവർക്കും വേണ്ടി ദ്വാർക്കണം. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാർക്കണം. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ, ഫലസ്തീനിലും ഗസയിലും ഒക്കെ ഉള്ള ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാർക്കണം. അള്ളാഹു നമ്മയൊക്കെ നരകമോചിതർ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും.